ബാങ്കിലടയ്ക്കാൻ കൊണ്ടുവന്ന 1 കോടി രൂപ ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ വിമർശനവുമായി സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ പത്രസമ്മേളനം. ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബാങ്കിൽ നിന്ന് നേരത്തെ പിൻവലിച്ച 1 കോടി രൂപയുമായി ബാങ്കിൽ എത്തിയതെന്നും ആ പണമാണ് പിടിച്ചെടുത്തതെന്നും എം വർഗീസ് പറയുന്നു. ആദായനികുതി വകുപ്പ് നടപടി കേന്ദ്ര അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമാണെന്നും നടപടി നിയമപരമായി നേരിടുമെന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങളുടെ ഭാഗത്ത് ഒരു പിഴവുമില്ലെന്നും ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നങ്ങളുടെ കാരണമെന്നും വർഗീസ് പറയുന്നു. ശരിയായ പാൻ നമ്പർ തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയത്. എന്നാൽ ഇതിൽ ടി എന്നതിന് പകരം ബാങ്ക് ജെ എന്ന് രേഖപ്പെടുത്തിയത് പ്രശ്നമായിരിക്കുന്നതെന്നും എം വർഗീസ് പറഞ്ഞു. സിപിഎമ്മിന്റെ പാൻ നമ്പർ കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. തൃശൂരിലും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ബാങ്കിന്റെ വീഴ്ച കൊണ്ട് പാൻ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കിന് പറ്റിയ ഒരു പിഴവാണത്. പാൻ നമ്പർ തെറ്റാണെന്ന് അറിയില്ലായിരുന്നു. 30 വർഷമായുള്ള അക്കൗണ്ടാണിതെന്നും സിപിഎമ്മിന് മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും എം വർഗീസ് അവകാശപ്പെടുന്നു. പാർട്ടിയുടെ നിയമവിധേയ ചിലവുകൾക്ക് ഏപ്രിൽ 2-ന് ബാങ്കിൽ നിന്ന് 1 കോടി പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 5-ന് ബാങ്കിൽ പരിശോധനയ്ക്കെത്തിയ ആദായനികുതി ഉദ്യോഗസ്ഥർ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയെന്ന് വ്യാഖ്യാനിച്ചു. പിന്നാലെ ഇടപാട് മരവിപ്പിക്കുകയും ചെയ്തു. ശേഷം ആദായനികുതി വകുപ്പ് തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി. പിൻവലിച്ച 1 കോടിയുമായി ഇന്നലെ 3 മണിക്ക് ഹാജരാകാനായിരുന്നു നോട്ടീസ്. ഈ പ്രകാരമാണ് പണവുമായി ബാങ്കിലെത്തിയതെന്നും എം വർഗീസ് വാദിക്കുന്നു. നിയമാനുസൃതം നടത്തിയ ബാങ്കിന്റെ ഇടപാടിലെ പണം ചിലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സിന് അധികാരമില്ല. അനധികൃത ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും പണം ചെലവഴിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിൽ അനാവശ്യ കോലാഹലം ഉണ്ടാകരുത് എന്ന് കരുതിയാണ്. പാൻ നമ്പർ തെറ്റായി ബന്ധിപ്പിച്ചത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന് കാണിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ അക്കൗണ്ട് സുതാര്യമാണ്, മറയ്ക്കാനൊന്നുമില്ല. എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. അക്കൗണ്ട് മരവിപ്പിച്ചത് മുകളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നും പിടിച്ച പണം തിരിച്ചു കിട്ടാൻ നിയമപരമായ ശ്രമം തുടരും. ഓഫീസിലുണ്ടായിരുന്ന പൈസ IT-കാർ അവരുടെ കസ്റ്റഡിയിലാക്കിയെന്നും എം വർഗീസ് പറഞ്ഞു. ബാങ്കിൽ നിന്ന് പിൻവലിച്ച 1 കോടി രൂപ ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശം മറികടന്ന് തിരികെ നിക്ഷേപിക്കാനുള്ള സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രമത്തിനിടെയായിരുന്നു ഇന്നലെ പണം പെട്ടിയോടെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പൊക്കുന്നത്. പണം തിരിച്ചടച്ച് പ്രശ്നം ഒഴിവാക്കാൻ സിപിഎം സംസ്ഥാന നേതൃത്വമായിരുന്നു നിർദ്ദേശിച്ചത്. അത് കൂടുതൽ കുരുക്കായി മാറുകയും ചെയ്തു.